രാജ്യത്താകമാനം മോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ വൈര്യനിര്യാതനത്തിന് ടൂളായി പ്രവർത്തിക്കുന്ന ഇ.ഡി. ഒടുവിൽ കേരളത്തിൽ പിടിവീണു. കേരളത്തിൻ്റെ സംസ്ഥാന വിജിലൻസിന് മുൻപിൽ അത് തെളിവ് സഹിതം പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കുടുങ്ങുന്നത്. 30 കോടിയിലധികം രൂപ ആണ് ഈ വിധത്തിൽ കൈക്കൂലികൾ വാങ്ങുന്നത്. ഇതിന് ഇടനില നിന്നവർ പോലും പറവൂരിലടക്കം വസ്തുക്കൾ വാങ്ങിയതായുള്ള വിവരമുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് പോലും നീളുന്നു ഇ.ഡിയുടെ കൈക്കൂലിയുടെ ബന്ധങ്ങൾ. സംസ്ഥാന വിജിലൻസ് സമഗ്രമായ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്, നടപ്പാക്കുകയാണ്. ഇതിനിടയിലാണ് ഇ.ഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്യത്തിൻ്റെ പരമോന്നത കോടതി, നീതിപീഠം, സുപ്രീം കോടതി രംഗത്ത് വരുന്നത്. ഇ.ഡി എല്ലാ പരിധികളും ഫെഡറൽ ഘടനയും ലംഘിക്കുന്നുവെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി പറഞ്ഞു. തമിഴ്നാട് സർക്കാർ സ്ഥാപനമായ ടാസ്മാക്കിനെതിരെ ഇ.ഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി എല്ലാ നടപടികളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. ആദ്യം ആ റിപ്പോർട്ടൊന്ന് കാണാം. തമിഴ്നാട് സർക്കാരിന്റെ മദ്യവിൽപ്പന സ്ഥാപനമായ ടാസ്മാക്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഇ.ഡിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത്. ഒരു സർക്കാർ സ്ഥാപനത്തിനെതിരെ എങ്ങനെയാണ് കുറ്റം ചുമത്തിയതെന്ന് ചോദിച്ച ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി ഇ.ഡി എല്ലാ പരിധികളും ഫെഡറൽ ഘടനയും ലംഘിക്കുകയാണെന്ന് വിമർശിച്ചു. ടാസ്മാക്കുമായി ബന്ധപ്പെട്ട കേസിൽ 41 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് സംസ്ഥാന സർക്കാർ അന്വേഷണം തുടരുകയാണെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ അന്വേഷണം തുടരുമ്പോൾ എന്തിനാണ് ഇ.ഡി അനാവശ്യമായി സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയതെന്നും സ്ഥാപനത്തിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോയെന്നും കോടതി ആരാഞ്ഞു. ടാസ്മാക്കിനെതിരായ ഇ.ഡിയുടെ എല്ലാ നടപടികളും നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. സ്ഥാപനത്തിൽ 1000 കോടി രൂപയുടെ അഴിമതി നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരാമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഔട്ട്ലെറ്റുകൾ വിൽക്കുന്ന ഓരോ കുപ്പി മദ്യത്തിനും 10 മുതൽ 30 വരെ സർചാർജ് ചുമത്തിയതിന് തെളിവുകളുണ്ടെന്നാണ് ഇ.ഡിയുടെ ആരോപണം. എന്നാൽ ആരോപണ വിധേയമായ ക്രമക്കേടുകൾ തെളിയിക്കുന്ന ഒരു തെളിവുകളും ഹാജരാക്കാൻ ഇ.ഡിക്ക് കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ ശ്രമങ്ങൾക്കേറ്റ പ്രഹരമാണ് ഇ.ഡിക്കെതിരായ സുപ്രീം കോടതിയുടെ ഉത്തരവ്. കൈരളി ന്യൂസ്, ദില്ലി. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് ശരിയാണ്. സ്വാതി, ഇത് സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലടക്കം ഈ ഇ.ഡിയുടെ ഈ പ്രവൃത്തിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായതാണ്. അപ്പോഴൊക്കെ അത് രാഷ്ട്രീയ നിർമ്മിതിയാണെന്ന് പറഞ്ഞാണ് ചില കോഡുകൾ എഴുതി തള്ളിയത്, പ്രത്യേകിച്ച് ബി.ജെ.പി. പക്ഷേ വസ്തുതകളോടെ അവർ പിടിക്കപ്പെടുകയാണ് ഓരോ ഘട്ടത്തിലും. കാരണം കൈക്കൂലി വാങ്ങുന്നു, ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു. ഇതൊക്കെയാണ് സംസ്ഥാന വിജിലൻസിന് മുമ്പിൽ ഇ.ഡിയെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളും നിഗമനങ്ങളും. അതിൻ്റെ അന്വേഷണം ആ സമഗ്രതയിൽ പുരോഗമിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നേരത്തെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ അടക്കം മുന്നോട്ട് വെച്ചതുപോലെ ഫെഡറൽ മൂല്യങ്ങളെ ലംഘിക്കുന്ന ഒന്നായി ഇ.ഡി മാറുന്നു. നോക്കൂ, ബി.ജെ.പി ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഇ.ഡിയെ ഉപയോഗിച്ച് മോദി സർക്കാർ അവരുടെ രാഷ്ട്രീയ ശത്രുക്കളെ നേരിടുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ബിവറേജ് കോർപ്പറേഷനെതിരെ, തമിഴ്നാട്ടിലെ ടാസ്മാക്കിനെതിരെയും ഉള്ള ഇ.ഡിയുടെ നീക്കം. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ കേസിൻ്റെ മെറിറ്റ്? ഏതൊക്കെ ഘട്ടത്തിലാണ് കോടതി ഇത്ര ശക്തമായ ഉത്തരവിനൊപ്പമുള്ള നിരീക്ഷണം പറഞ്ഞത്? സ്വാതി. അജിംഷാദ്, തമിഴ്നാട് സർക്കാരിന്റെ കീഴിലാണ് ഈ സ്ഥാപനം വരുന്നത്. ടാസ്മാക് എന്ന് പറയുന്ന മദ്യസ്ഥാപനം വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട്, ഏകദേശം 1000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇ.ഡി അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള റെയ്ഡുകളും നടത്തി വരുന്നത്. അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് തമിഴ്നാട് സർക്കാർ ഹർജിയുമായി ചെല്ലുകയായിരുന്നു. കാരണം മദ്രാസ് ഹൈക്കോടതിയിൽ ഈ അന്വേഷണം തടയണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തുടരാനായിരുന്നു മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ ഈ വാദം പുരോഗമിക്കുകയാണ്. ഇന്ന് ഇ.ഡിക്ക് കനത്ത രൂക്ഷമായൊരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇ.ഡി അവിടെ അന്വേഷണവും അതോടൊപ്പം ഇ.ഡിയുടെ അന്വേഷണം പോകുന്നതെന്നും അവിടെ റെയ്ഡ് നടത്താൻ, ആ സ്ഥാപനത്തിന് നേരെ റെയ്ഡ് നടത്താൻ ആര് അധികാരം തന്നു എന്നുള്ള ചോദ്യമാണ് കോടതി ഇന്ന് ഉന്നയിച്ചത്. ചീഫ് ജസ്റ്റിസ് ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. ആ സമയത്താണ് ഇ.ഡിയോട് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കോടതി ആരായുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ വ്യക്തികൾ നടത്തുന്ന അല്ലെങ്കിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ എങ്ങനെയാണ് ഒരു സർക്കാർ സ്ഥാപനത്തിനെതിരെ കുറ്റം ചുമത്തുവാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇങ്ങനെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതും എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ് ഇ.ഡി
അന്വേഷണം നടത്തുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഈ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മറ്റു ചില വിവരങ്ങൾ കൂടി കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഏകദേശം 41ഓളം FIR-കൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അഴിമതി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസ് തുടരുന്ന സാഹചര്യമാണ്. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്ത സംസ്ഥാന സർക്കാർ കേസ് നടത്തുന്ന അല്ലെങ്കിൽ അന്വേഷണം തുടരുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് പെട്ടെന്ന് ED ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയും ആ സ്ഥാപനങ്ങളിലെ ഓരോ വ്യക്തികളുടെയും ഡിജിറ്റൽ ഡേറ്റകൾ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ വിവരങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ മൊബൈൽ ഫോൺ കയ്യിലാക്കിക്കൊണ്ട് ആ ഡേറ്റയൊക്കെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് ആരാണ് EDക്ക് അധികാരം നൽകിയത്? ഇത്തരത്തിലുള്ള നടപടിയിൽ നിന്നും ED പിന്നോട്ട് പോകണം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇത്തരം നടപടികൾ നടത്താൻ പാടില്ല എന്നുള്ള കർക്കശമായിട്ടുള്ള നിർദ്ദേശമാണ് EDക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സംബന്ധിച്ച് ഇനിയൊരു റെയ്ഡോ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികളോ നടത്താൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് സ്റ്റേ കൂടി ഇന്ന് സുപ്രീം കോടതി നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെയും EDക്ക് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിന് മറുപടി പറയണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നോക്കൂ, വിവിധ ഇടങ്ങളിൽ അതായത് BJP ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരുകളെ അട്ടിമറിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് EDയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന നിരവധി ഘട്ടങ്ങളിൽ സുപ്രീം കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചു. കേരള സംസ്ഥാനത്ത് കൈക്കൂലിയുടെ പേരിൽ പിടിയിലാകുന്ന ED സംസ്ഥാന വിജിലൻസിന് മുമ്പിൽ നിയമങ്ങൾ തെളിവുകളും നിരത്തി സംസ്ഥാന വിജിലൻസ് മുമ്പോട്ട് പോകുമ്പോൾ കുരുങ്ങി വീഴുന്ന ED ഇതാ ഇന്ത്യയിൽ രാജ്യത്തെ മറ്റ് നടപടികളിലും പ്രശ്നങ്ങൾ നേരിടുകയാണ്. സുപ്രീം കോടതി എന്ന രാജ്യത്തിൻ്റെ പരമോന്നത കോടതി തന്നെ EDയെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ തുടരുകയാണ്. സ്വാതി സന്തോഷിലേക്ക് പോയാൽ, സ്വാതി, നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ CBIയെ കൂട്ടിലിട്ട തത്തയെന്ന് കോടതിക്ക് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പരിധികളൊക്കെ ലംഘിക്കുകയാണ്, അതിൻ്റെ പരിധികൾക്കും അപ്പുറത്തേക്ക് പോവുകയാണ്. EDയെ ഉപയോഗിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന പരാതി അത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, വസ്തുതയാണെന്ന് തെളിയുന്നു. 1. 2, പണം ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുന്ന ഒരു കൂട്ടം സംഘമായി ED അധപ്പതിക്കുന്നു. അതിതാ കേരളത്തിൽ സംസ്ഥാന വിജിലൻസിൻ്റെ പിടി വീണിരിക്കുകയാണ് ആ വിഷയത്തിൽ. അതിൽ കൂടുതൽ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. 30 കോടിയോളം രൂപയാണ് അത്തരത്തിൽ കൈക്കൂലി വാങ്ങിയത്. മഹാരാഷ്ട്രയിലേക്കടക്കം ബന്ധങ്ങൾ പോകുന്നു. ഇതിൻ്റെ ഇടനിലക്കാർക്ക് കൊച്ചി പറവൂരിൽ വസ്തു വാങ്ങിയതിൻ്റെ തെളിവുകൾ വരുന്നു. ഇങ്ങനെയൊക്കെ വ്യാപകമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കോടതി പറയുന്നു ഫെഡറൽ മൂല്യങ്ങളെ ലംഘിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ EDയിൽ നിൽക്കുന്നൊരു വിമർശനമല്ല. സുപ്രീം കോടതി പറഞ്ഞതിന് കോടതിക്ക് പുറത്ത് രാഷ്ട്രീയ മാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ LDF അടക്കം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ. അല്ലേ സ്വാതി? തീർച്ചയായും ജംഷാദ്, ഇത്തരം നടപടികൾ അതായത് ഒരു കാലത്തും സുപ്രീം കോടതി EDയുടെ നടപടികളെ അംഗീകരിക്കുന്ന ഘട്ടമില്ല. കുറേ നാളുകളായി EDയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം EDക്ക് രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ അടക്കം ഹനിച്ചുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ അന്വേഷണം കൊണ്ടുവരുമ്പോൾ ആ അന്വേഷണം ക്രിമിനൽ കുറ്റമാണോ അതിന് ആ സ്ഥാപനം ചെയ്തത് എന്നുള്ളതാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ സ്ഥാപനം എങ്ങനെയാണ് ഈ അധികാര അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നുള്ള വലിയ ചോദ്യം കൂടി സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ചില വ്യക്തികളാണ് ഇത് സംബന്ധിച്ച അഴിമതി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾ ഈ അന്വേഷണത്തിന് വിധേയരാകേണ്ടവരാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ FIR അടക്കം ചുമത്തിക്കൊണ്ടുള്ള അന്വേഷണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചു, ജീവനക്കാരെ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ ഓരോ ദിവസവും റെയ്ഡുകൾ നടത്തുക, അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെയും നോക്കി ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുക, അത്തരത്തിൽ അവരുടെ അധികാര പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം നടപടികൾ നടത്തുന്നത് എന്നുള്ളത് രൂക്ഷ വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ EDയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ചില രേഖകൾ കണക്കുകളൊക്കെയും പുറത്തു വന്നിട്ടുള്ളത്. ED എല്ലാ കാലത്തും ഈ
BJPക്ക് അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നവരെയൊക്കെയും രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികളെ BJP എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ പക്ഷേ ഇഡിക്ക് കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്യുന്നുണ്ട്. പരാതികൾ വരികയും അത് പിന്നെ സംസ്ഥാന വിജിലൻസിന്റെ പരിധിയിലേക്ക് വരികയും അന്വേഷണം നേരിടുകയും ചെയ്യുകയാണ്. ഒരു വശത്ത് അത്തരത്തിൽ ED അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ ഈ ED എടുത്തിട്ടുള്ള കുറ്റങ്ങളിൽ എത്ര പേരാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. പാർലമെന്റിലടക്കം ഇടത് MP-മാർ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുകയും കേന്ദ്ര സർക്കാരിന് അതിന് മറുപടി പറയേണ്ടിയും വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഏകദേശം 193ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതായത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം 193 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതെല്ലാം രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയാണ്. ആ രാഷ്ട്രീയ നേതാക്കളിൽ 98% പ്രതിപക്ഷ നേതാക്കളാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളാണ് എന്ന് എന്നിട്ട് അവരെ ശിക്ഷിച്ചത് 4% പോലുമില്ല. ഇഡിക്കെതിരായ ഇപ്പോൾ സ്വാതി സൂചിപ്പിച്ചത് തന്നെയാണ്. ഇഡിക്കെതിരായ ഈ കള്ളക്കളികൾ, ഇഡിയുടെ കള്ളക്കളികൾ, ഇഡി എതിരെ നീങ്ങുന്ന വസ്തുതകളൊക്കെ സംസാരിക്കുന്ന അവിടെയാണ്. കാരണം ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ 96% എതിർ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിപക്ഷ കക്ഷികൾക്കാണ് നേതാക്കന്മാരെ ലക്ഷ്യമിട്ടാണ് ഇഡി നീങ്ങിയത്. എന്നാൽ ഇതിൽ ശിക്ഷിക്കപ്പെട്ടത് 4% പോലുമില്ല. അതാണ് കാരണം. ഒന്ന് വിരട്ടുക, പ്രശ്നങ്ങളാക്കുക, അവരെ തകർക്കുക, മുമ്പോട്ട് പോകുക എന്ന്. കേരളത്തിൽ മാത്രമേ ഇഡിയുടെ പണി ആ അർത്ഥത്തിൽ ചീറ്റിപ്പോയുള്ളൂ. മതി. അജിംഷാദ് പറഞ്ഞത് തന്നെയാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെയും ഇവർ എടുത്തിട്ടുള്ള കേസുകൾ സംബന്ധിച്ച ശിക്ഷാ നിരക്ക് എത്രത്തോളമാണെന്ന് പരിശോധിച്ചാൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ 193ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ 2 പേർ മാത്രമാണ് അവിടെ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാ നിരക്ക് സംബന്ധിച്ച വലിയ ആശങ്ക സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ EDയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ചപ്പോൾ കടുത്ത വിമർശനമായി ഉയർത്തിയ മറ്റൊരു വിഷയം, നിങ്ങൾ ആദ്യം ശിക്ഷാ നിരക്ക് മെച്ചപ്പെടുത്തു, അതിനുശേഷം നിങ്ങൾ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യൂ എന്നതാണ്. അതായത് നിരവധിയായിട്ടുള്ള കുറേ കാലങ്ങളായി സുപ്രീം കോടതി നിരന്തരമായി ED വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ഓരോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അവരെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പിന്നെ BJP പാർട്ടിയിലേക്ക് ഈ നേതാക്കൾ കടന്നു വരികയും പാർട്ടി മാറി BJPയിലേക്ക് വരുമ്പോൾ ഈ കേസുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന വിചിത്രമായ സംഭവങ്ങൾ കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ രാജ്യത്തെമ്പാടും ED നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ തിരിച്ചടികൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് EDക്ക് മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന BJPക്കുള്ള കനത്ത പ്രഹരം കൂടിയാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് ഈ തമിഴ്നാട് കേസുമായി ബന്ധപ്പെട്ട പ്രതികരണം അല്ലെങ്കിൽ EDയെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് DMKയിൽ നിന്ന് അടക്കം നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വരുമ്പോൾ ഈ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. അതായത് BJP സർക്കാർ അല്ലെങ്കിൽ BJP ഇതര സംസ്ഥാന സർക്കാരുകളോട് ED തുടരുന്ന ഇത്തരം നടപടികൾ അതിനെ ഏറ്റിട്ടുള്ള കടുത്ത പ്രഹരമാണ് അല്ലെങ്കിൽ കടുത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ വിധി എന്ന്